രാജ്യത്തെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സംയോജനം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനമായി കേരള ബാങ്ക് IT കോൺക്ലേവ്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ സംയോജനത്തിലൂടെ രൂപീകൃതമായ കേരള ബാങ്ക് ഏറ്റെടുത്ത ശ്രമകരമായ ദൗത്യമാണ് സോഫ്റ്റ്വെയർ ഏകീകരണം. സമയബന്ധിതമായി അത് പൂർത്തിയാക്കി മികച്ച ഡിജിറ്റൽ സേവനം ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ പദ്ധതികൾക്കും കോൺക്ലേവിൽ തുടക്കമായി. ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിൽ സംസ്ഥാനം നടത്തിയ മാതൃകാപരമായ ഇടപെടലാണ് കേരള ബാങ്ക് രൂപീകരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 50,000 കോടി രൂപ വായ്പ നൽകിയ 5 ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കേരള ബാങ്ക് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പദ്ധതികൾ ഉണ്ടാക്കാൻ കേരള ബാങ്കിന് കഴിയുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നബാർഡ് ചെയർമാൻ KV ഷാജി പറഞ്ഞു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ, കൊച്ചി മേയർ M അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കേരള ബാങ്കിന്റെ IT സംയോജനത്തെക്കുറിച്ചുള്ള കൈപ്പുസ്തകം മുഖ്യമന്ത്രി നബാർഡ് ചെയർമാന് നൽകി പ്രകാശിപ്പിച്ചു. സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ആരംഭിക്കുന്ന ഫിൻടെക് ഇന്നോവേഷൻ ഹബിന്റെ ധാരണാപത്രം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ കൈമാറി. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള മണിപ്പേഴ്സ് ഡിജിറ്റൽ ആപ്പ്, eKYC മുഖേന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന മൈക്രോ ATM എന്നിവയുടെ വിതരണം നബാർഡ് ചെയർമാൻ നിർവഹിച്ചു. IT സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് സുധീർ ബാബു, വിശാൽ ദീക്ഷിത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ഫിൻടെക് ഇന്നോവേഷൻ പ്രതീക്ഷകളും സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയ്ക്ക് കേരള ബാങ്ക് CEO ജോട്ടി M ചാക്കോ നേതൃത്വം നൽകി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക, KSFE CEO ഡോക്ടർ SK സനിൽ എന്നിവർ പങ്കെടുത്തു. ചീഫ് ജനറൽ മാനേജർ AR രാജേഷ് നന്ദി പറഞ്ഞു. സഹകരണ മേഖലയിൽ കയ്യൊപ്പു ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. നിരവധി പുരസ്കാരങ്ങൾ. ജനപ്രിയ ബാങ്കിംഗ്. നിക്ഷേപം 1125 കോടി, വായ്പ 750 കോടി, 23 ശാഖകൾ, എന്നും ലാഭത്തിൽ, 10 കോടിയുടെ ലാഭം. ആകർഷകമായ സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി. 5 സ്വർണ്ണപ്പണയ വായ്പാ സ്കീമുകൾ. 8.5% മുതൽ 9.5% വരെ പലിശ നിരക്കിൽ. പീപ്പിൾസ് അർബൻ ബാങ്ക്, തൃപ്പൂണിത്തുറ. പ്രാഥമിക സഹകരണ സംഘങ്ങൾ നടത്തുന്ന പ്രതിമാസ നിക്ഷേപ പദ്ധതികൾക്ക് GST ബാധകമാണെന്നും GST രജിസ്ട്രേഷൻ എടുക്കണമെന്നും ഹൈക്കോടതി. GST ഒഴിവാക്കാനാണ് ചിട്ടിക്ക് പകരം പ്രതിമാസ നിക്ഷേപ പദ്ധതി നടത്തുന്നതെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ 5 സഹകരണ സംഘങ്ങൾക്ക് ഒരു സെയിൽസ് ഓഫീസർ വീതം നിയമിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. റിക്കവറി നടപടിയിലൂടെ ലഭിക്കുന്ന പണം കളക്ടറുടെ പേരിലുള്ള പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ഇത് നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യുകയും വേണം. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. അമിക്കസ് ക്യൂറിയാണ് ചിട്ടിക്ക് പകരമായ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ GST ഒഴിവാക്കുന്നതടക്കമുള്ള വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കരുവന്നൂർ ബാങ്കിലടക്കം നടന്ന ക്രമക്കേട് ED ചൂണ്ടിക്കാട്ടി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിനായി സർക്കാർ നടപ്പാക്കിയ നിക്ഷേപ ഗ്യാരണ്ടി പദ്ധതി പ്രകാരമുള്ള അനുവദനീയമായ തുക ഉടൻ വിതരണം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രായമായവരും രോഗികളുമാണ് ദേശസാൽകൃത ബാങ്കുകളെക്കാൾ പലിശ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം നടത്തിയതെന്നും കോടതി പറഞ്ഞു. സഹകരണ സംഘങ്ങളുടെ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾക്ക് GST ബാധകമാണെന്നതടക്കമുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ അടുത്ത ദിവസം പുനഃപരിശോധനാ ഹർജി നൽകും. കോപ്പ് വെബ്സ്. സഹകരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര വെബ്സൈറ്റ് ഒരുക്കാൻ ഒരു സഹകാര്യം സംരംഭം. എ ജോയിന്റ് വെഞ്ചർ ഓഫ് സഹകാര്യം കൊച്ചി ആൻഡ് ബുസ്കാച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്. ഡയൽ 9605890002. കുറഞ്ഞ നിരക്ക്, സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഉറപ്പാക്കപ്പെടുന്ന തുടർ സേവനങ്ങൾ. കോപ്പ് വെബ്സ്. കേരള ബാങ്കും കേരള സ്റ്റാർട്ടപ്പ് മിഷനും സഹകരിച്ച് ആരംഭിക്കുന്ന ഫിൻടെക് ഇന്നോവേഷൻ ഹബ്ബ് ലക്ഷ്യമിടുന്നത് സഹകരണ ബാങ്കിംഗ് മേഖലയിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ നവീകരണം. 3 വർഷമാണ് ധാരണാപത്രത്തിന്റെ കാലാവധി. ഫിൻടെക് സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഹബ്ബ് ഊന്നൽ നൽകും. കേരള ബാങ്കിന്റെ കാക്കനാടുള്ള IT മന്ദിരവളപ്പിൽ ഫിൻടെക് ഇന്നോവേഷൻ ഹബിനായി 1000 ചതുരശ്രടി സ്ഥലം ഒരുക്കും. കേരള ബാങ്കിലും സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്കും അനുയോജ്യമായ ഡിജിറ്റൽ ബാങ്കിംഗ് സൊല്യൂഷൻ സഹകരിച്ചു നിർമ്മിക്കുക, മെന്റർഷിപ്പ്, ഫണ്ടിംഗ് പിന്തുണ, വിപണി പ്രവേശനം എന്നിവയിലൂടെ ഫിൻടെക് നവീകരണത്തിനായി അനുകൂലമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ദൗത്യം. ആക്സിലറേറ്റർ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തു നടപ്പാക്കുക,
തിരഞ്ഞെടുത്ത സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ, സാങ്കേതിക ഉപദേശം, ഇന്നൊവേഷൻ ഗ്രാന്റ്, സീഡ് ലോൺ, ആഗോള വിപണി പ്രവേശനം തുടങ്ങിയ സാധ്യതകൾ കണ്ടെത്തുക എന്നിവയും സ്റ്റാർട്ടപ്പ് മിഷന്റെ ചുമതലകളാണ്.